പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജബി മേത്തർ MP, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ദീപദാസ് മുൻഷി, KPCCയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ സണ്ണി ജോസഫ്, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 1478 മണ്ഡലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് മഹിളാ സാഹസ് യാത്ര ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മൂന്നാമത്തെ തവണയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പഞ്ചായത്തുകൾ തോറും മഹിളാ കോൺഗ്രസ് ആദ്യമായിട്ടാണ് മഹിളാ കോൺഗ്രസ്. 1978 ശ്രീ K കരുണാകരനും KM ചാണ്ടിയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും പോയി ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീ വയലാർ രവി KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ പഞ്ചായത്തിലും അദ്ദേഹം ഫണ്ട് പിരിവുമായി പോയത് ഞാൻ ഓർക്കുന്നു. പക്ഷേ മഹിളാ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സാഹസം തന്നെ ശ്രീ ജബി മേത്തർ നടത്തിയത്. ജബി മേത്തറെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സഹോദരി ജബി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഒരു സാഹസം ഏറ്റെടുക്കുമെന്ന്. പക്ഷേ എല്ലാ വെല്ലുവിളികൾ മീൻസ് മഴയുണ്ടായി, കഠിനമായ ചൂടുണ്ടായി, ധാരാളം പ്രതിസന്ധികൾ ഇടയ്ക്കൊക്കെ ഉണ്ടായി. ഇതിനെല്ലാം നേരിട്ടുകൊണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് 1478 മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് ധീരമായി ഇവിടെ എത്തിച്ചേർന്ന ജബി മേത്തറെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഇതൊരു സാഹസ യാത്രയാണ്. കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ജബി മേത്തറുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. ഇവിടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പല വിധത്തിലുമുള്ള പ്രയാസങ്ങളൊക്കെ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു ഇത്. കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, മാത്രമല്ല നമ്മുടെ സമൂഹം നേരിടുന്ന വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു ഈ മഹിളാ കോൺഗ്രസിന്റെ ഈ യാത്ര. പലരും കരുതി ഇടയ്ക്ക് വെച്ചവർ നിർത്തിപ്പോകുമെന്ന്. പല ആളുകളും പറഞ്ഞു എല്ലാവരും എത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞവരെയൊക്കെ അവരുടെ വാക്കുകൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് 1478 പഞ്ചായത്തുകളിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വലിയ തോതിലുള്ള ശക്തമായ പിന്തുണയാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഈ യാത്രയ്ക്ക് ലഭിച്ചത്. ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാരത്തിന്റെ പ്രതിഫലനമായിരുന്നു യാത്രയുടെ വിജയം. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ, മാത്രമല്ല തൊഴിലില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് വനിതകൾ, അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് മുഴുവൻ പിന്തുണ നൽകിയത്. ഈ ജാഥ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പരാജയപ്പെട്ട ഗവൺമെന്റിന് നേരെയുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയായി ഇത് മാറുകയുണ്ടായി. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അക്രമങ്ങൾ, നീതി നിഷേധങ്ങൾ, അവർക്ക് നേരെ സർക്കാരിന്റെ ഏറ്റവും അവഗണന, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തിയത്. നമ്മുടെ സഹോദരിമാർ ഈ യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നടത്തിയ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ജബി മേത്തറെയും മഹിളാ കോൺഗ്രസിന്റെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.